ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വരാറൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, മീൻസ് വലിയ പുതുമയുള്ള കാര്യമല്ല. എനിക്ക് ഇവിടുത്തെ മുക്കുമൂല എനിക്ക് നന്നായി പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ കിട്ടുന്നപ്പോൾ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സത്യം പറയാലോ, ഞാൻ നോക്കി നിൽക്കുന്നു. അയ്യോ അതല്ല ലൈക്ക് അത് അവരുടെ ഇഷ്ടം. നിങ്ങൾ മുഖത്ത് ഞാൻ എൻ്റെ മുഖത്ത് ഫുൾ എക്സ്പ്രഷന് പോവാൻ വെയിറ്റ് ആണെങ്കിലും ആ സൗണ്ട് ഉള്ളിൽ കിട്ടോ, പക്ഷെ മുഖത്ത് അത് എന്നിട്ട് നമ്മൾ കാണിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അനുമോളെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അനുമോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. അനുമോളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, തമിഴ്നാട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ, എറണാകുളത്തോടെയാണ്, അവിടേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അനുമോളുടെ വീഡിയോസ് ഇപ്പോൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലുണ്ടല്ലോ ഭയങ്കര നെഗറ്റീവാണ് കുറേ ആൾക്കാർ പറയുന്നത്. ഈ നെഗറ്റീവ് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ജാൻമണിയുടെ വീഡിയോ ചെയ്തപ്പം ഞാനത് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജാൻമണി എന്നതാ കാണിച്ചതെന്നുള്ളതും ജാൻമണി എന്നതാ പറഞ്ഞെന്നുള്ളതും നമുക്കറിയാം. നമ്മളൊരു രാഷ്ട്രീയമായിട്ടല്ല അത് നോക്കുന്നത്, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളൊരിതാണ്, പദവിയാണ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത്. ആ ഒരു വെച്ചാൽ അതിപ്പോൾ ആ സ്ഥാനത്ത് ആരിരുന്നാലും ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചാൽ ഇതേ രീതിക്ക് തന്നെ ഞാൻ പ്രതികരിക്കത്തുള്ളൂ. ഇതേ രീതിക്ക് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ ഇന്ത്യയുടെ മുഴുവൻ കാര്യങ്ങളും ആ ഒരു ഇതിൽ നമ്മൾ സുരക്ഷിതരാണ്. അതിപ്പോൾ അവിടെ ഏത് ഭരണത്തിലെ ആൾക്കാർ വന്നാലും അവരവിടെ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഇതിലും ആ പട്ടാളക്കാരുടെ ഇതിലുമാണ് നമ്മൾ ഈ നാട്ടിലെല്ലാം ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. നമുക്കൊരു ഭരണാധികാരി ഉള്ളത് കൊണ്ടാണ്. അതിപ്പോൾ ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, ഇപ്പോൾ BJP എന്നൊന്നുമില്ല, ഏത് പാർട്ടിയുടെ ആണെങ്കിലും, കോൺഗ്രസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പാർട്ടിയുടെ ആണെങ്കിലും അവിടെ തലപ്പത്ത് ഒരാളുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങുകയൊക്കെ തന്നെ ചെയ്യുന്നത്. നമ്മുടെ തലപ്പത്ത് ഒരാളില്ലെങ്കിൽ എപ്പം നമുക്കിട്ടൊക്കെ പണിയിട്ട് ഒരുത്തരും കിടന്നുറങ്ങുകയില്ല. അതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുക തന്നെ ചെയ്യും. അത് ബുദ്ധിയും ബോധമുള്ള മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജാൻമണി എന്നതാണ് പറഞ്ഞതെന്നുള്ളതാണ്. അതിപ്പം നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞാലും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇങ്ങനെ ജാൻമണി സംസാരിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കത്തുള്ളൂ. ഞാൻ രാഷ്ട്രീയമല്ല അവിടെ നോക്കുന്നത്. അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു പദവി ഉണ്ടതാണ് നിൽക്കുന്നത്. അതിനൊരാൾ വന്നേച്ച് പറഞ്ഞു, ഞാൻ സംഖ്യയാണ്, എന്നെ കണ്ടാൽ അറിയാമെന്ന്. ഞാൻ ഈ തൊട്ടേക്കുന്ന ചുമല സിന്ദൂരാണോ നിങ്ങൾക്ക് എന്നെ സംഖ്യയായിട്ട് തോന്നിയത്? ആ സിന്ദൂരം എനിക്ക് മൂകാംബിക എന്ന് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടു തന്ന സിന്ദൂരാണത്. അതും അതെ, ഞാൻ ശ്രീമന്തരേഖ തൊട്ടക്കുന്ന സിന്ദൂരം എനിക്ക് അവിടുന്ന് കൊണ്ടു തന്നാണ്. ഈ 2 സിന്ദൂരം അവിടുന്ന് എന്നുവെച്ചാൽ എനിക്ക് സിന്ദൂരം ഭയങ്കര ഇഷ്ടമാണ്. അത് നെറ്റി തൊടുക എന്നുള്ളത് എൻ്റെ ഭയങ്കര, ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ തൊട്ട്, അതായത് ഞാനൊരു ക്രിസ്ത്യനായ ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ തൊട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, എൻ്റെ നെറ്റിയിൽ എപ്പോഴും ഒരു ആ ചുമലക്കുറി തൊട്ടിയ സിസ്റ്റർ എന്നായിരുന്നു എന്നെ, അല്ല മിക്കവരും വരുന്നത് പേരറിയാൻ വരത്തില്ല, ചുമലക്കുറി തൊട്ട സിസ്റ്റർ എന്നായിരുന്നു പറയുന്നത്. കാര്യം അന്ന് മുതൽ എനിക്ക് സിന്ദൂരം ഭയങ്കര ഇഷ്ടമാണ്. നെറ്റിയ സിന്ദൂരം തൊടുക എന്നുള്ള അത് ഇതുപോലത്തെ കളർ സിന്ദൂരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പൊട്ട് തൊടുന്നത് നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഈ ഒരു റൗണ്ട് പൊട്ട് അല്ലെങ്കിൽ ഒരു ഗോപി പൊട്ട് അത് അങ്ങനത്തെ തൊടുത്തുള്ളൂ. ഒത്തിരി ഡിസൈൻ വർക്കുള്ള പൊട്ടൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് ഇങ്ങനത്തെ ഈ കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഗോപിപ്പൊട്ട് ഞാൻ അപൂർവങ്ങളിലേ തൊട്ടിട്ടുള്ളൂ. ഈ റൗണ്ട് പൊട്ടാണ്, അത് കുപ്പിപ്പൊട്ടാണ് ഞാൻ തൊടുന്നത്. എനിക്കിഷ്ടം കൂടുതലും അതാണ്. സ്റ്റിക്കർ പൊട്ട് ഞാൻ അപൂർവങ്ങളിലേ തൊടാറുള്ളൂ. അപ്പം ഞാനൊരു സിന്ദൂരം തൊട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു സംഖ്യയല്ല, ഞാനൊരു ചുമല ഡ്രസ്സ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു LDF അല്ല, ഞാനൊരു വെള്ള ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ UDF അല്ല. ഞാനൊരാൾക്ക് വോട്ട് കൊടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ നമുക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കുമോ എന്നുള്ള ഇതിലാണ് ഞാൻ ഒരാൾക്ക് വോട്ട് കൊടുക്കുന്നത്. അവർ ഒരു വ്യക്തിയെ കണ്ടാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത്, പാർട്ടി നോക്കിയല്ല ഞാൻ വോട്ട് കൊടുക്കുന്നത്. അത് എന്നെ അറിയാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ നാട്ടുകാർക്ക് അറിയാതൊക്കെ. പക്ഷേ ഇത് കേട്ടപ്പം എനിക്ക് എന്തോ പോലെ തോന്നി. കാര്യം വെച്ചാൽ ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൽ അത്ര രാഷ്ട്രീയം പറഞ്ഞിട്ടേ ഇല്ല, രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നിട്ടില്ല. പിന്നെ ഏത് രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും. അല്ലാതെ ഒരു പാർട്ടി ഇരുന്ന് സ്ഥിരമായിട്ടിരുന്ന് വിമർശിക്കുവോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഞാൻ സ്ഥിരമായിട്ടിരുന്ന് സപ്പോർട്ട് ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് നമ്മൾക്ക് കാണുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതെനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ. പിന്നെ എല്ലാ വീഡിയോസൊന്നും എനിക്കെടുത്ത് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ചിലത് ഞാൻ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാതെ ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാൾ മാത്രമല്ല, ഞാനൊരു ഹൗസ് വൈഫാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് രാവിലെ 5 മണിക്കാണ് എണീക്കുന്നത്. ആ സമയം മുതൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. അതിനിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ രാവിലെ ചുമ്മാ ഇരിക്കുന്നൊരു വ്യക്തിയല്ല. എൻ്റെ വീട്ടിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും 2 കുട്ടികളുടെയും കാര്യം നോക്കണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് നോക്കണം. അത്രയും നോക്കിയതിന് ശേഷമാണ് ഞാൻ അതിന് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് വരുന്നത്. അങ്ങനെ വരുന്നതാണ്, അല്ലാതെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വരുന്നതല്ല. പിന്നെ
ഞാൻ ഇതിനു മുമ്പ് ഡേ ഇൻ മൈ ലൈഫും പിന്നെ എൻ്റെ വീട്ടിൽ ചെടികൾ നടുന്നതിനെ പറ്റിയും അത് ഏത് ദിക്കി നട്ടാലാണ് കൂടുതൽ ഐശ്വര്യം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വീവ് എന്ന് പറഞ്ഞാലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാലും എനിക്ക് നല്ലപോലെ കിട്ടുന്നുണ്ടായിരുന്നു വരുമാനം. ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് റീച്ച് നല്ലപോലെ കുറവാണ്. പക്ഷേ എന്നിട്ട് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ തന്നെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികൾ പറയണമെന്നുള്ള ഒറ്റ ഇത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും റിയാക്ഷൻ വീഡിയോ തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ മാറ്റി ചിന്തിക്കാം, പഴയ പോലെ തന്നെ വീഡിയോസ് ചെയ്താൽ എനിക്ക് നല്ലപോലെ വ്യൂ കിട്ടും. ഇപ്പോഴും ആ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഓരോ കാര്യങ്ങളും എനിക്ക് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്, അതൊന്ന് പറഞ്ഞുതരാമോ, ഇതൊന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ഓർക്കും ഇതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് പറഞ്ഞാലോ, കാര്യം അവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയ്ക്കായി വന്നത്. പക്ഷേങ്കിൽ എനിക്ക് റിയാക്ഷൻ വീഡിയോയിലേക്ക് മാത്രമായിട്ട് ഞാനങ്ങ് മാറി എന്നു ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി അതൊരു രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയല്ല ഞാൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടിയല്ല ഞാൻ സംസാരിക്കാൻ വരുന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നുന്നു മാത്രമാണ് ഞാൻ വന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ സിന്ദൂരം തൊട്ടോട്ടെ, എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ ചിരി. ഞാൻ കമൻറ്റ് കണ്ട് റിപ്ലൈ കൊടുത്തില്ല. അതിൻ്റെ താഴെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്തോന്ന് അതിൻ്റെ താഴെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൊത്തം വായിച്ചില്ല, ഞാൻ ആദ്യത്തെ ഇത് മാത്രമേ വായിച്ചുള്ളൂ. അതിനകത്ത് പിന്നെ വേറെ കമൻറ്റിനകത്ത് അപ്പോൾ അതെന്നാ നോക്കിയപ്പോഴത്തേക്കാണ് നിൽക്കുന്നവരെ കണ്ടറിയത്തില്ല ഇതിൻ്റെ സിന്ദൂരാണ് പ്രശ്നമെങ്കിൽ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ. ഞാൻ ഒരിക്കലും സിന്ദൂരം തുറന്നത് ഒരു പാർട്ടിയുടെ ഇത് വെച്ചല്ല. എനിക്ക് സിന്ദൂരം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്രയൊന്ന് പറയണമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ കുറച്ച് മുമ്പ് ഇട്ടൊരു വീഡിയോയ്ക്കകത്താണ് ഇങ്ങനെയുള്ളൊരു സംഭവം വന്നേക്കുന്നത്. ഞാൻ ജാൻമണിയുടെ കാര്യം പറഞ്ഞേക്കുന്നത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് പോയി കാണാം. അങ്ങനെ ഒരുതായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു ഇത് വെച്ച് ഞാനൊരു ഇന്ത്യക്കാരിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ നമ്മുടെ ഈ രാജ്യത്തല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്താണെങ്കിലും ഒന്നും വേണ്ട, ഗൾഫ് രാജ്യത്ത് അവിടുത്തെ ഭരണാധികാരിയെ പറ്റി ആരെങ്കിലും ഇങ്ങനെ പറയാൻ പോവുമോ? പറഞ്ഞാൽ പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവുമോ? അതും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ത്യൻ പൗരനാന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഒരു ഇന്ത്യൻ പൗരൻ നമ്മുടെ പ്രധാനമന്ത്രിയെ ആരെന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുന്നതാണോ ഒരു ഇന്ത്യൻ്റെ പൗരധർമ്മം? ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ശരി, ഞാൻ നിങ്ങളോട് പിണങ്ങിയൊന്നും പറയല്ല കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. എന്നെയല്ല, നമുക്ക് അനുമോടെ കാര്യത്തിലേക്ക് കിടക്കാം. അനുമോടെ വിവാഹം കഴിഞ്ഞു. സാധാരണ ഉണ്ടല്ലോ നമ്മുടെ ഈ സെലിബ്രിറ്റികളൊക്കെ ഒരു വിവാഹം കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ വരുന്നൊരു കമൻറ്റും കാര്യങ്ങളൊക്കെയാണ്, എത്ര നാൾ കാണും ഇത്, എത്ര നാൾ ഇത് മുന്നോട്ട് പോകും, എന്നായിരിക്കും പിരിയുന്നത്, ഇവളെന്നായിരിക്കും ചാടിപ്പോൾ, ഇങ്ങനെയുള്ള കുറേ പന്ന കമൻറ്റുകൾ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിലേക്ക് കാലുകൾ എടുത്ത് വെക്കുകയാണ്. ഒരു പെൺമക്കളുള്ള ഒരു ആണുങ്ങളാണേലും ഒരു പെണ്ണുങ്ങളാണേലും അങ്ങനെ ഒരു കമൻറ്റ് ഇടാൻ പോകത്തില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിലേക്ക് ചുവടുകളെടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഓരോരുത്തരും ജീവിതത്തിലേക്ക് എടുത്ത് ഒരു കാല് വെക്കുന്നത്. ചിലരുടെ ജീവിതം ശരിയാകും, ചിലത് മാറിപ്പോകും, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓരോരുത്തരൊക്കെ തലവരെയാണ്. ഞാൻ ഇന്ന് വരെ ഒരു വിവാഹം കഴിച്ചൊരു ജീവിതത്തിലേക്ക് പോകുന്നൊരു മനുഷ്യരെ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ, അതിപ്പോൾ എനിക്കറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഞാൻ എൻ്റെ മനസ്സിലൊരു നിമിഷം പ്രാർത്ഥിക്കും, ദൈവമേ അവർക്ക് നല്ലത് വരണേ, നല്ലൊരു കുടുംബജീവിതം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ദൈവം തമ്മിൽ എനിക്ക് നല്ലൊരു കുടുംബജീവിതമാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഏതൊരു മനുഷ്യർക്കും നല്ലൊരു കുടുംബജീവിതം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഈ നിമിഷം വരെ എനിക്ക് നല്ലൊരു കുടുംബജീവിതം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷമായിട്ട് പോകുന്നൊരു കുടുംബമാണ് എൻ്റേത്. അപ്പം അതുകൊണ്ടായിരിക്കും നമ്മൾ മറ്റൊരു കുടുംബം നന്നാകണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ദൈവം തമ്പുരാൻ അതിൻ്റെ അനുഗ്രഹം തരുന്നത്. എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ഈ അനു ഇപ്പം ഇങ്ങനൊരു വിവാഹം കഴിക്കുന്നു, തമിഴ്നാട്ടുകാരനെ കെട്ടുന്നു, അവൻ മലയാളിയല്ല എന്നതൊക്കെയാണ് നിൽക്കുന്നത്. മലയാളി അല്ലെന്ന് പറഞ്ഞിട്ട് മനുഷ്യനല്ലാതാവുമോ? അങ്ങനെയൊന്നും ആവത്തില്ലല്ലോ. പാകിസ്ഥാനിയൊന്നും അല്ലല്ലോ കല്യാണം കഴിച്ചത്, ഒരു തമിഴ്നാട്ടുകാരനെ അല്ലേ. അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളതല്ലേ. എന്നാത്തിനാണ് നിങ്ങൾ ഈ ഇങ്ങനെയൊക്കെ പറയുന്നത്? രണ്ടാമത് അനുവിനെയും ഈ പയ്യനെയും കൂടെ കണ്ടാൽ അമ്മയും മോനും ആണെന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, അവർക്ക് തമ്മിൽ ഇഷ്ടമാണ്, അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനും തീരുമാനിച്ചു, ആലോചിച്ച് നടത്തി കല്യാണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവർക്കില്ലാത്ത പരാതി എന്തിനാണ് മറ്റുള്ളവർക്ക് ഈ ലോകത്ത് ആദ്യമായിട്ടാണോ ഇനി ഒരു ഏജ്, ഇനിയിപ്പോൾ എനിക്കറിയത്തില്ല ഒരു ഏജ് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടേ തന്നെയും ഈ ലോകത്ത് ആദ്യമായിട്ടാണോ ഏജ് വ്യത്യാസത്തിൽ ഒരാൾ കല്യാണം കഴിക്കുന്നത്? ഐശ്വര്യയും അഭിഷേക് ബച്ചനും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? നസ്രിയയും ഫഹദ് ഫാസിലും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ടോ? എത്രയോ പേരുണ്ട്. സച്ചിനും ഭാര്യയും തമ്മിൽ ഏജ് വ്യത്യാസമില്ലേ? അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നില്ലേ? പിന്നെ ഒരേ ഏജിലുള്ളവരും ഏജ് കുറഞ്ഞവരെ കെട്ടിയിട്ടും തല്ലിപ്പിരിഞ്ഞു പോകുന്നവരില്ലേ? എന്നതിനാണ് ഒരു മനുഷ്യൻ്റെ ലൈഫിലേക്ക് കയറി ഇങ്ങനെ ഒരു കുടുംബജീവിതം തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ അനു അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ മോശം ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ച് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാം, ഓ ഇവള് അങ്ങനെയാണ്, ഇവളെ ഇനി കുറ്റം പറയുന്നതെന്ന് നോക്കാം, ഇങ്ങനെയൊക്കെ തോന്നിവാസം കാണിച്ചു തരുന്നൊരു വ്യക്തി എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അനുവിനെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അനുവിന് ഒരു കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഫാമിലി, അതൊക്കെ അനു ഭയങ്കര കാര്യമായിട്ട് ഒരു ഭയങ്കര ഇതാണ് അനുവിൻ്റെ ആ ഒരു ചിന്താഗതിയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് അവരെ ജീവിക്കട്ടെ, അവർക്ക് നല്ലത് വരാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് ഒരു വീഡിയോ കാണാമേ. ഒരു പുള്ളിക്കാരൻ ഇവരുടെ വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇട്ടതാണ്. പുള്ളിക്ക് എന്ത് നഷ്ടമാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല അനുവിൻ്റെ കല്യാണം നടന്നതിൽ.
ഉഡായിപ്പിന്റെ റാണി അനുമോളുടെ കല്യാണം കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വരെ ജയിച്ചത് എന്തോരം ഉഡായിപ്പ് കാണിച്ചിട്ടാന്നുള്ളത്. അവളൊരു മലയാളിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാവരും അത് വെറുത്ത് പോയേനെ. ഇതിപ്പോ തമിഴ്നായതുകൊണ്ട് അവനോടൊരു സന്തോഷവും ബഹുമാനവും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി അനുമോൾ എന്ന ഉഡായിപ്പ് റാണി തമിഴ്നാട്ടിന്റെ സ്വന്തമാണ്. ഇനി ഉഡായിപ്പുകൾ തമിഴ്നാട്ടിലെല്ലായിടത്തും വികസിപ്പിക്കട്ടെ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കമന്റുകൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഫ്രണ്ട്സേ. നന്ദി. എന്ത് പുള്ളിയുടെ വീട്ടിൽ ആരെയോ കല്യാണം ആലോചിച്ചിട്ട് അത് നടക്കാതെ പോയതിൻ്റെ സങ്കടം പോലെയാണ് പുള്ളിയുടെ വർത്താനം കേട്ടാൽ. മലയാളികളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ത് പ്രശ്നമായിരുന്നു ഉണ്ടാകുന്നത്? അനു ഇപ്പോൾ ഒരു മലയാളിയാണ്. അനുവിൻ്റെ കല്യാണം അനു ഇത്രയും രഹസ്യമാക്കി വെച്ചത് അനു തന്നെ പറഞ്ഞു. അനു ഒരുപാട് സന്തോഷിച്ച് കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഞാൻ അമിതമായിട്ടൊരു കാര്യത്തിനെ സന്തോഷിക്കാറില്ല. അങ്ങനെ അമിതമായിട്ട് എന്നെ സന്തോഷിച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു സങ്കടത്തിലേ തീരുള്ളൂ. അതെനിക്ക് ഉറപ്പായിട്ടറിയാം. ഞാൻ അപൂർവം കാര്യങ്ങളുള്ളൂ അമിതമായിട്ട് സന്തോഷിച്ചിട്ടുള്ളത്. അതല്ലേ എനിക്ക് ദുഃഖത്തിലേ ചെന്ന് അവസാനിച്ചിട്ടുള്ളൂ. എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് മുഖം കാണാനും ഒക്കെ ആയിട്ടില്ല. പക്ഷേ എനിക്കതിന് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ അമിതമായിട്ട് ഒരു കാര്യവും ആഗ്രഹിക്കാറില്ല. അതിന് മുന്നേ ആണെങ്കിലും അതെ, ഞാൻ അമിതമായിട്ടൊന്നും ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറില്ല. എനിക്ക് കിട്ടുന്നത് ആ സന്തോഷം ഞാൻ ഒരുപാട് പ്രകടിപ്പിക്കാറുമില്ല. എനിക്ക് ഉള്ളിലുണ്ട്, ഓക്കെ ശരി, അത്രയേ ഉള്ളൂ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഈ അനു പറയുന്ന പോലെ എനിക്കുമുണ്ട്. ഒരുപാട് സന്തോഷിച്ച് കഴിഞ്ഞാൽ അത് ദുഃഖത്തിൽ തീരുള്ളൂ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനും അമിതമായിട്ട് സന്തോഷിക്കാത്തത്. എന്ന് പറഞ്ഞാൽ അനു ഒരുപാട് ആഗ്രഹിച്ച് അമിതമായിട്ട് സന്തോഷിച്ച് ഇഷ്ടപ്പെട്ട് വരുന്നൊരു കല്യാണമാണ്. ആ കല്യാണത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായത് മുടങ്ങി പോകുമെന്ന് പേടിച്ചിട്ടാണ് അനു അത് നേരത്തെ പറയാതിരുന്നത്. അനു തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പം ഈ ചേട്ടന് ഭയങ്കര സങ്കടമായിപ്പോയി. തമിഴ്നാട്ടിലേക്ക് ആയതുകൊണ്ട് ഉഡായിപ്പിലൂടെ ബിഗ് ബോസ് ജയിച്ചെന്ന് പറയുന്നു. എനിക്ക് മനസ്സിലായില്ല ഉഡായിപ്പിലൂടെ അതിനകത്തുള്ള ആരായിരുന്നു ജെനുവിനായിട്ട് നിന്നിട്ടുള്ളത്? ഒരാളുടെ പേര് പറ. അതിനകത്ത് ജെനുവിനായിട്ട് നിന്ന് ആ ഗെയിം അവസാനം വരെ കളിച്ച ഒരാളുടെ പേര് പറയാമോ? ഒരുത്തരുമില്ല. അതിനകത്ത് ആദ്യം മുതൽ ഇടയ്ക്ക് വെച്ച് പോയവർ പോലും ജെനുവിനായിട്ട് കളിച്ചവരാരുമില്ല അതിനകത്ത്. എല്ലാവരും അവരവർക്ക് വേണ്ടി ആ കപ്പിന് വേണ്ടി കിടന്ന് എല്ലാവരും നിന്നതേ ഉള്ളൂ. അല്ലാതെ ആരും വേറെ ആ കപ്പ് മേടിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നവന് കൊടുക്കാമെന്ന് ചിന്തിച്ച് ആരും കളിച്ചിട്ടില്ല അതിനകത്ത് എനിക്ക് ജെനുവിനായിട്ട് ഇത്രയും നാൾ ഈ ബിഗ് ബോസിലെ ഗെയിം കണ്ടതിൽ ഷിജുവിനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ജെനുവിനായിട്ടാണ് പുള്ളി നിൽക്കുക. പുള്ളി ഒന്നിനും ആക്രാന്തം കാണിച്ചിട്ടില്ല. പുള്ളിക്ക് കിട്ടുന്നെങ്കിൽ കിട്ടി, മറ്റൊരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അസൂയപ്പെടുന്നതും കണ്ടിട്ടില്ല. ഷിജുവിനെ മാത്രമേ ഉള്ളൂ. പിന്നെ അഖിൽമാരായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഓവറായിട്ട് ഒന്നിലൊരു കുശും എനിക്ക് കണ്ടിട്ടില്ല മനുഷ്യന്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നതിലോ അല്ലെങ്കിൽ അതിനൊരു കുശുമ്പോട് കൂടി പറയുന്നതോ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ മനുഷ്യൻ വിൻ ചെയ്തത്. അങ്ങനെ ഇത്രയും നാൾ ഗെയിം കളിച്ചതിൽ എനിക്ക് ആരെയും അങ്ങനെ തോന്നിയിട്ടില്ല. വേറെ ആരും എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കി എല്ലാവരും അതിനകത്ത് കാണിക്കുന്നതിന് മാക്സിമം ഉടായ്പൊക്കെ കാണിച്ചാണ് നിന്നിട്ടുള്ളത്. അനു ഉടായ്പ കാണിച്ചെന്ന് പറഞ്ഞാൽ അനു ആർക്കും ദ്രോഹം വരുന്ന ഉടായ്പൊന്നും കാണിച്ചില്ലല്ലോ. പിന്നെ അവരെ ഓരോരുത്തരും പറഞ്ഞങ്ങ് ആക്കിയതല്ലേ അവർ അത് ചെയ്തു ഇത് ചെയ്തെന്ന് പറഞ്ഞ്. ഉടായ്പിലൂടെ ബിഗ് ബോസ് ജയിച്ചു. നാണമില്ല ഇങ്ങനെ പറയേണ്ടത്. നമ്മളെ കൊണ്ട് അതിൻ്റെ അയലോക്കത്ത് പോലും എത്താൻ പറ്റത്തില്ല. ആ കോമ്പൗണ്ടിൽ ഇപ്പോൾ എൻ്റെ അഗ്നിപരീക്ഷ നടക്കുന്നത് അതിനകത്ത് പോലും ആർക്കെങ്കിലും ചെന്ന് പെടാൻ പറ്റുന്നുണ്ടോ? പിന്നെ ചെന്ന് കയറിയവരുടെ ഇതിൽ എന്നത്തിന് കുശുമ്പ് കുത്തുന്നു. അത് കയറിയവർ ഒരു ദിവസം അതിനകത്ത് നിന്നിട്ടുള്ളെങ്കിലും അവർക്ക് അഭിമാനത്തോടു കൂടി തന്നെ ഇറങ്ങിപ്പോകാം. കാര്യം ഒരു ദിവസം അതിനകത്ത് കയറാൻ പറ്റിയല്ലോ എന്നുള്ള, ഹൗസിനകത്ത് നിൽക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. ഓരോരോ ഡയലോഗ് കേട്ടിട്ടുണ്ടല്ലോ. പുള്ളി ഓർക്കും പുള്ളിയാണ് ട്രോഫി കൊടുത്തതെന്നും പുള്ളിയാണ് ഉടായ്പിലൂടെ അതിന് നിന്ന് എല്ലാം ജയിച്ച് ബിഗ് ബോസിലെ കാര്യങ്ങൾ മൊത്തം നടത്തിയെന്ന് തോന്നും. എന്നാത്തിനാണോ? ഞാൻ പറഞ്ഞില്ലേ, ഒരു പെങ്ങളോ അല്ലെങ്കിൽ ഒരു മകളോ ഒക്കെയുള്ള ഒരു മനുഷ്യനും, കാര്യം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഒരു ടെൻഷനോട് കൂടിയുള്ള കാര്യമാണെന്നുള്ളത് ചെയ്തിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ. പിന്നെ ഒരു കല്യാണം കഴിക്കുന്ന പെണ്ണിനും അറിയാം, അങ്ങ് വീട്ടുകാരെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ. അനു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാവേ. അനു അവിടെ ചെന്നു, അവർ വരുന്നതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അനുവിൻ്റെ ചാനലിലൂടെ തന്നെ വന്നതാണ് കേട്ടോ. അവിടെ ചെന്ന് അവർ വീട്ടിൽ ചെന്ന് കയറുന്നതും ഈ പയ്യൻ്റെ അമ്മയൊക്കെ ഉണ്ട്, എല്ലാവരും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് പാങ്ങളൊക്കെയാണ് എടുത്ത് കാണിച്ചേക്കുന്നത്. അപ്പം അനു അവിടെ ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ജൂണിലാണ് ഇവിടെ വരുന്നത്. നമ്മൾ ജൂണിൽ വന്നു മുതൽ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ വരാറൊക്കെയില്ല. അതൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. മീൻസ് വലിയ പുതുമയുള്ള കാര്യമല്ല. എനിക്ക് ഇവിടുത്തെ മുക്കുമൂല എനിക്ക് നന്നായിട്ട് എല്ലാം എനിക്ക് നന്നായിട്ട്. ഞാൻ ഇവിടെ കുക്കിയൊക്കെ ചെയ്യും. പുള്ളിക്കാരന് ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഞാനല്ലേ പുള്ളി ഗ്യാസ് ഉണ്ടായിരുന്നു അതുവരെ ഞാൻ ഇങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. ഗ്യാസ് മീൻ മറ്റേ ഇത് ഞാൻ പക്കാം. അത് പുള്ളി അവിടുത്തെ കുക്ക് ചെയ്യുമ്പോൾ ചെന്നൈയിലെ ഈ നമ്മുടെ തമിഴ്നാട് കറി പൗഡറൊക്കെ ഭയങ്കര ഇത് ഏത് ക്യാമറ നോക്കണം രണ്ടും വെച്ചിട്ടുണ്ട്. ഇതല്ലേ അവിടുത്തെ കറി പൗഡർ എന്ന് പറയുമ്പോൾ വേറൊരു മസാല കൂട്ടാണ്. അത് കഴിക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ അനു ഞാനിപ്പോൾ ഇങ്ങനെ പിന്നെ എന്തോ ഒരു ടേക്ക് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞേട്ടോ ഇവിടെ വന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഫുഡ് പക്ഷെ അങ്ങനെ ഇല്ലല്ലേ. എല്ലാ പൊടി തൂക്കി പോട്ടുവാ ഞാനാ സ്പൈസി. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോഴാണ് പോവാ നിനക്ക് ഫുഡ് வந்து കൺട്രോൾ ഫ്രൂട്ട്സ് இந்த மாதிரி കൺട്രോൾ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ കൺട്രോൾ ചെയ്യും. പിന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഇത് എന്താ സ്പൈസസ് കുറച്ചപ്പോൾ ആ ഒരു ഇത് മാറി അല്ലേ, അങ്ങനെയല്ലേ? അതല്ലേ? ആമാ
അതെ അപ്പം മതിയല്ല. ഇനിയിപ്പോൾ ഞാൻ അവന് പായസം കൊടുത്തില്ലെങ്കിൽ ഇനി അവൻ എന്നെ ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട്. ആ ഫോട്ടോഗ്രാഫർ വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ എന്താ, വേറെ ഒന്നുമില്ല. വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകണം എന്ന് നോക്കട്ടെ സമയത്ത്. പിന്നെ നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് നോക്കാൻ വേണ്ടി നമ്മൾ ശാന്തിയിലോട്ട് പോവുകയാണ്. അതെ, അതാണ് നെക്സ്റ്റ് പരിപാടി. പിന്നെ ഇന്നിപ്പോൾ 21 തീയതി ഫംഗ്ഷൻ വെച്ചിരിക്കുകയാണ്. അതിന് നീ പ്രിപ്പയർ ആണ്, ഡ്രസ്സ് നോക്കണം, ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം, മേക്കപ്പിൻ്റെ കാര്യങ്ങൾ സിജൻ തന്നെയാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അവർ വരും. അപ്പം ഞാൻ കുറച്ച് ബിസിയാണ്. ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഇനി നേരത്തെ നമ്മൾ ഇനി കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കും. കുറേ ഒരുപാട് പേര് എന്താ പറയുക, ഭുവനെ ഒരുപാട് പേര് കമൻസിൽ മലയാളത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഭുവൻ സൂപ്പറാണ്, കാണാൻ ക്യൂട്ടാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ. അത് ശരിയാണ് കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പയ്യാണ്. ഞാൻ മലയാളിയാണെന്നായിരുന്നു വിചാരിച്ചത് കേട്ടോ. നല്ല പയ്യനാണെന്നും കാണാൻ നല്ല രസമുണ്ടെന്നും രണ്ടുപേരും നല്ലപോലെ ചേരുന്നുണ്ടെന്നും ഒക്കെ പറയുന്ന ഒത്തിരി പേര് കമൻറ്റ് അങ്ങനെയും ഉണ്ട് കേട്ടോ. നല്ല പയ്യൻ. അതുപോലെ ഈ പയ്യൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എനിക്കൊന്ന് ഈ ഇടയ്ക്കാന്ന് തോന്നുന്നു ഈ വിഭാഗത്തിൻ്റെ വീഡിയോസും കണ്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റയിലുണ്ട് ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉറപ്പുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണ്, ചിരി കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ശ്രീനിഷിൻ്റെ ഒരു ആദ്യ സമയത്ത് ഒരു ഷേപ്പ് പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പേളിമാണിയുടെ ഹസ്ബൻഡില്ലേ, ഇപ്പോഴത്തെ ലുക്കും അല്ലാതായിട്ടുണ്ട്, മുടിയൊക്കെ വല്ലാതിട്ട്. ആ സമയത്ത് ബിഗ് ബോസിലൊക്കെ വരുന്ന സമയത്തൊക്കെ അത്രയില്ല, എന്നാലും ഏകദേശം ആ ഒരു ഷേപ്പ് അതിനേക്കാൾ സുന്ദരനായിട്ട് എനിക്ക് പയ്യനെ തോന്നി കേട്ടോ. അതുപോലെ ശ്രീനിഷിൻ്റെ ഒക്കെ ഒരു ചെറിയ കട്ട് പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അനുമോള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞുള്ളതുകൊണ്ട് അത് ഞാൻ കുറച്ച് കാണിക്കാം. ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്, അതുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അനുമോൾ ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കുറേ നെഗറ്റീവ് അനുമോൾക്ക് വന്നിരിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിന്റെ കൂടെ നെഗറ്റീവും ഇടുന്നുണ്ട് കുറച്ച് പേര്. ഒരു പണിയില്ലാത്ത പറയണം. രാവിലെ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞില്ലല്ലേ, അല്ല ഇന്ന് രാവിലെ എന്റെ ചേച്ചി എനിക്കൊരു അതുണ്ട്, അതിന്റെ ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഡിലീറ്റ് ചെയ്താ അല്ല സ്ക്രീൻഷോട്ട് ഉണ്ട് എൻ്റെ. ഒരാള് എൻ്റെ ഭുവന്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷൻ കാര്യങ്ങളും അതിന് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എന്റെയും വേറൊരാളുടെ പിക്ക്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാൻ ഭുവന്റെ കല്യാണ ഫോട്ടോ. എന്ത് വൃത്തിയിലാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയ എന്താ, ഒരു പെൺകുട്ടിയെ വെച്ച് ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ, സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയയും കുശുമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയാണ് കാണിക്കുന്നത് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണം, സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമന്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനം ഉണ്ട് എന്നുള്ള ഇതാണ്. പിന്നെ 2 ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമന്റ്സുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശ് കൊണ്ട് മുങ്ങിക്കളി, അങ്ങനെ കുറേ കമന്റ്സുകൾ ഞാൻ കണ്ടു. പക്ഷേ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കയറുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട് സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്, ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്, ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്ക് പോകാണ്ട് ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് എൻ്റെ പേജിൽ നിന്നല്ല, ഞായുടെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്. ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പ് ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ കിട്ടുന്നപ്പോൾ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷേ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സത്യം പറയാലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്ര ഇതാട്ടോ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് സന്തോഷകരമായിട്ട് പോകുന്ന നിമിഷത്തിൽ നമ്മൾ അതിനൊന്ന് ചിന്തിച്ച് നോക്കും. നമ്മളൊരു കല്യാണം കഴിച്ച് നമുക്ക് എത്രയാണെന്ന് പറഞ്ഞാൽ എത്ര പരിചയമുള്ളതെന്ന് പറഞ്ഞാലും ഒരു ജീവിതം തുടങ്ങുവാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ നമുക്കൊരു ചെറിയ ടെൻഷനും വീട്ടുകാരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു, അങ്ങനെയൊക്കെ ഒരു ഇത് തന്നെയുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകും. അത് പക്ഷേ പുറമെ നമ്മൾ കാണിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ പകലൊക്കെ നമ്മൾ സന്തോഷത്തൊക്കെ നടന്നാലും വൈകുന്നേരം നമ്മൾ വീട്ടുകാരെ പറ്റിയൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ ഇനി വേറൊരു വീട്ടിലെ ആണല്ലോ. ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി എൻ്റെ വീടുമായിട്ട് എനിക്കിനി ആ പഴയ ഒരു ബന്ധം ഇനി ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ, ഞാൻ വേറൊരു വീട്ടിലാണല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ചിലർ പറയും അങ്ങനെയൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെ ആയിരിക്കുമല്ലോ. ചിലർക്കൊക്കെ ഒരുപാട് പരിമിതികളോട് കൂടി ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഇത് വരുമ്പോഴത്തേക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് ഈ മാതിരി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ചിലരിട്ടേക്കുന്നുണ്ട് തങ്കച്ചൻ്റെ പേരും വെച്ചിട്ടേക്കുന്നുണ്ട്. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ അതൊരു ഷോ അല്ലായിരുന്നു. അതിനകത്ത് അനുവും തങ്കച്ചനും കൂടെ നല്ലൊരു, അങ്ങനെയെങ്കിൽ ശ്രീവിദ്യയും ബിനു അടിമാലിയും തമ്മിൽ കല്യാണം കഴിക്കണമല്ലോ. അവർ തമ്മിൽ എന്തോ കോമഡി ആയിരുന്നു, എന്നതെല്ലാമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ബിനു അടിമാലി കെട്ടിയത് കൊണ്ടാണോ പിന്നെ നിങ്ങൾ ബിനു അടിമാലിയും ഈ ശ്രീവിദ്യയും കൂടെ ചേർത്തൊന്നും പറയാതിരുന്നത്? അതൊക്കെ ഒരു കോംബോയാണ്. അവർ തമ്മിൽ നിന്ന് ആ ഒരു ഇത് കോമഡി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് തന്നെ തങ്കച്ചൻ്റെ കാര്യത്തിലാണേലും അങ്ങനെ ഒരു ഇതായിരുന്നു. അവർ തമ്മിലുള്ള ആ കോമഡിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു.
എന്നിട്ട് ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളാണ് തങ്കച്ചനും അനുവും കൂടെ കല്യാണം കഴിക്കണം. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത്. ഒരാളോട് വന്നിച്ചപ്പം ഈ പറയുന്നവരോട് പറയുക നിങ്ങൾ ഇന്നയാളെ കെട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കെട്ടുമോ? നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെയല്ലേ നമ്മൾ കെട്ടേണ്ടത്. ഒന്ന് അഭിനയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർ ഒന്നിച്ച് കുറേ ജോഡിയായിട്ട് നിന്നെന്നും പറഞ്ഞുകൊണ്ട് അവർ ഭാര്യയും ഭർത്താക്കന്മാരാകാൻ പറ്റുമോ? അങ്ങനെ കുറേ പേര്. പിന്നെ ഒരു ബ്ലോഗർ, അത് അനീഷിനെ വെച്ച്, അനീഷ് അറിഞ്ഞ പോലും ഇല്ല. എന്തിനാ അനീഷ് നീ കരയുന്നതെന്നും ചോദിച്ചുകൊണ്ട് ഇട്ടേക്കുന്നു. അനീഷ് എന്തിനു കരയാനാ? അനീഷ് ഒരു ചോദ്യം ചോദിച്ചു, അനു നോ പറഞ്ഞു, അവിടെ തീർന്നു. അനീഷിൻ്റെ പാട് നോക്കിപ്പോയി, അനുവിൻ്റെ പാട് നോക്കിപ്പോയി, അത്രയേ ഉള്ളൂ. അതിന് അനീഷിനെ എടുത്ത് ഈ അനുവിൻ്റെ വിവാഹ സമയത്ത് ഇടേണ്ട കാര്യമുണ്ടോ? എനിക്കറിയത്തില്ല അതൊക്കെ എന്തിനാന്ന്. അനീഷ് ഇനി കരഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അനീഷ് എവിടെ കരഞ്ഞു? അനീഷ് കരയാതെ അനീഷിൻ്റെ പാട് നോക്കി അനീഷ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് അനീഷിനെ വെച്ചുകൊണ്ട് ഒരിത്. ഓരോന്നും ഓരോ കാര്യങ്ങളും ഒരു ജീവിതം തുടങ്ങുമ്പോഴത്തേക്ക് ഈ എത്ര സ്റ്റാർ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞാലും എല്ലാം മനുഷ്യന്മാർ തന്നെയല്ലേ. എല്ലാവർക്കും ഈ മനസ്സെന്ന് പറയുന്ന ഒന്നില്ലേ. ഒരു ജീവിതം തുടങ്ങുമ്പോഴത്തേക്ക് അവരെ ഇട്ട് ഇതുപോലെ അനു പെണ്ണിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. അനു അതുപോലുള്ള കോലം കെട്ടൽ കാണിക്കുകയും അതുപോലുള്ള തോന്നിവാസ ജീവിതം ജീവിക്കുകയും ചെയ്തിട്ടാണെങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്നെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറയാം അവർ കാണിച്ചു കൂട്ടേണ്ടിയാണ് അവർ കേൾക്കുന്നതെന്ന് പറയും. ഇത് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം സമാധാനം അതാണ് നിങ്ങളുടെ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരുപാട് പേര് വിഷയം ചെയ്ത് വീണ്ടും താങ്ക്സ് പറയാൻ ഒരുപാട് സന്തോഷം, നന്ദി. ഒരുപാട് അമ്മമാരുടെയും ഒരുപാട് ഫാമിലിയുടെ കുറേ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് മെസ്സേജിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവർക്കും ചക്കരുമ്മ കൊടുക്കും. ചക്കര സ്വീറ്റ് ആയിട്ടുള്ളതാണ്. പറ. ഓക്കെ, ഇത് കൊടുക്കും. അയ്യോ അതല്ല, ലൈക്ക് ഷെയർ, അത് അവരുടെ ഇഷ്ടം. നിങ്ങൾ ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണോ, കമന്റ് ചെയ്യണോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ബൈ. മലയാളം ശരിക്കും അങ്ങോട്ട് അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. കഷ്ടമുണ്ട്. ചക്കര ഉമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് കാണിക്കുന്ന കാണിച്ചപ്പോഴത്തേക്ക് ലൈക്കിൻ്റെ കഴിയുമ്പോഴത്തേക്ക് ചക്കര ഉമ്മ എന്ന് പറയുന്നത് അതാണെന്ന് പുള്ളി വിചാരിച്ചിട്ടോ. പാവമുണ്ട്. എന്നെ അല്ലും അനുവിന് ആ ജീവിതം മുന്നോട്ട് നല്ല രീതിക്ക് പോകട്ടെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ലൈഫ് ആകുമ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ നമ്മൾ പോവുക എന്നേ പറയാൻ പറ്റത്തില്ല. എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് ഈ ലോകത്ത് കിട്ടാൻ പോകുന്നില്ല. എല്ലാം കൊണ്ടും ക്ലിയർ ആയിട്ടുള്ളത് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ കുടുംബജീവിതത്തിനോളം ഏറ്റവും സുഖകരമായിട്ടുള്ള വേറെ ഒന്നുമില്ല. സത്യം പറയാണ്. ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒരു സുഹൃത്തുക്കളെ പോലെ ആവുകയാണെങ്കിൽ കേട്ടത്. ഞങ്ങളിവിടെ സത്യം പറയാം, ഞാൻ ചേട്ടൻ തമ്മിൽ എനിക്ക് എന്നതും തുറന്ന് പറയാൻ പറ്റുന്നൊരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. എനിക്ക് എന്നെ കാര്യങ്ങൾ വേണമെങ്കിൽ എനിക്ക് തുറന്ന് പറയാം. എൻ്റെ ഒരു പ്രശ്നങ്ങൾ വന്ന് എനിക്ക് പറയാം. അതിന് എനിക്കൊരു പരിഹാരം പറഞ്ഞു തരും. അത് നീ അങ്ങനെ ചെയ്താൽ മതി. അത്ര നമുക്ക് ധൈര്യമായിട്ട് പറയാം. എനിക്കൊരു ഫ്രണ്ട്സ് ഇല്ല സത്യം പറയാം. എനിക്ക് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ ഒരു ഫ്രണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഇല്ല. എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഈ 2 കുട്ടികളും മാത്രമാണ്. അവർക്കാണ് എൻ്റെ കാര്യങ്ങൾ മൊത്തം അറിയാവുന്നത്. എന്നേക്കാൾ കൂടുതൽ എന്നെ അറിയാവുന്ന അവർക്കാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ അവരുടെ മുന്നിൽ പറയുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്തുക്കളെന്ന് പറയുന്നത്, ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. നമ്മൾ എന്നും പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും ചക്കര മോനെ തേനേന്ന് പറഞ്ഞ് നടക്കുന്നവരും അല്ല ഞങ്ങൾ. ചെറിയ ചെറിയ സങ്കടങ്ങളും ദേഷ്യങ്ങളും അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിനകത്തോടെ ഇങ്ങനെ അതിൻ്റെ കൂടെ അങ്ങ് പോകും. അത് മുറുകെ പിടിച്ച് പ്രശ്നം വഷളാക്കിക്കൊണ്ട് പോകാറില്ല. അത് ഇച്ചിരി കഴിയുമ്പം അതങ്ങ് മാറും. അത്രയേ ഉള്ളൂ. ഇനി ഇവരുടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അനു തന്നെ പറഞ്ഞിട്ട് ഉറക്കമേ ഇല്ല, ഭയങ്കര ഇതാണെന്നുള്ളത്. ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞോ ഫേസ് പാത്ത് ബോറടിക്കുന്നു. 17 ഷൂട്ട് നമ്മൾ ചെയ്തു. 17 ഒരു 10-20 ഷൂട്ട് ചെയ്തു. ബ്രൈറ്റ് ടു ബി 2 ട്രഡീഷണലും വെസ്റ്റേൺ, പ്രീ വെഡിങ് ട്രഡീഷണലും വെസ്റ്റേൺ, പിന്നെ ഹൽദി, മെഹന്തി, ക്രിസ്ത്യൻ ബ്രൈഡൽ, പിന്നെ വീണ്ടും നമ്മൾ വീട്ടിനകത്ത് വെച്ച് ഇവിടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തു. ഗ്രൂം ടു ബി ചെയ്തു. ഇതിലെല്ലാത്തിനും ഞാൻ നോക്കിയത് അത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുമല്ലേ, ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് ബോറടിച്ച് മീശ താടി എടുത്തവ. അപ്പോൾ വേറൊരു ലുക്കാവും. എന്നെ എടുത്ത് പൊക്കാൻ പറ്റുമോ? പൊക്കാൻ മീൻസ് പറ്റുമോ നോക്കട്ടെ. 80 എനിക്ക് 50 കാണുന്നത്. ജിമ്മിൽ പോയി 100 കിലോ ജിമ്മിൽ പോയി 100 കിലോ ട്രൈ ചെയ്യും. അതാ എന്നെ അവിടെ ഇന്ന് കിട്ടിയ ഡ്രസ് കേട്ടോ. കാണൂ, ഞാൻ ചാടിത്തരാം. എടുത്തോണേ, കിട്ടുന്നത് എടുത്തോണേ, പോസ്റ്റ് ചെയ്തോണേ. എൻ്റെ കൂടെ മുഖത്ത് പറ്റിയ ഇതൊന്നും വരല്ലേ പോവാ. ഫോട്ടോ ഇച്ചിരി ലൈവായിട്ട് എടുത്ത് പോവാ. ഓക്കെ, ഞാൻ എൻ്റെ മുഖത്ത് ഫുൾ എക്സ്പ്രഷനെ പോവാൻ. 3 വെയിറ്റ് ആണെങ്കിലും
ആ സൗണ്ട് ഉള്ളിൽ കിട്ടോ, പക്ഷെ മുഖത്ത് അത് എന്നിട്ട് നമ്മൾ കാണിക്കുന്നത് എന്തുവാ അത്രയ്ക്കൊന്നും കഴിച്ചില്ല. പിന്നെ എന്തുവാ ഗുരുവായൂർ വെച്ച് ഞാൻ എടുപ്പിക്കാൻ നോക്കിയതാ, പിന്നെ ആൾക്കാരെ വിളിച്ച് വെറുതെ കഷി ഓവർ ആവണല്ലേ പ്ലീസ്. എടുത്തോ, എന്നെ നോക്കിയാണ് എടുക്കേ, എന്നെ നോക്ക്. ആ എടുത്തോ ചേട്ടാ. ജിമ്മി പോണ്ട. എടുത്തു ചേട്ടാ, ചേട്ടാ കറക്ക് 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 കറക്ക്. ആ എന്നെ പൂവെടുത്ത്, എന്നെ പൂവെടുത്ത് ആദ്യമായിട്ടാണ് പൂവൻ എടുക്കുന്നത്. എല്ലാം പറ്റും. ആ ഹെയർ ഒന്ന് സൈഡ് ആക്കിയിടോ, ജസ്റ്റ് ഒന്ന് കുറച്ച് സൈഡ് ആക്കിയിട്ട് എന്നിട്ട് ഒന്നുകൂടെ കൊടുക്കും. ഹെയർ ഫേസ് മാറും. ആ ഓക്കെ ഓക്കെ റെഡി റെഡി 3 2 1 ഓക്കെ. അയ്യോ വെച്ചോ. വെയിറ്റ് ഉണ്ടാ, വെയിറ്റ് ഉണ്ടാ? ഇല്ല പോവാ 54. അങ്ങനെ തന്നെ ഇവരുടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളായിട്ട് കുറേ ഉണ്ട് കേട്ടോ, കുറേ ഇതുണ്ട് അതിനകത്ത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. അങ്ങനെ അവരുടെ കുറേ അവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു, മറ്റുള്ളവർ ഇവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നവരൊരു സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. അനു പറഞ്ഞാലേ അവർ ഹാപ്പി ആയിട്ട് ഒരു സൈഡിൽ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരു മനുഷ്യൻ്റെ നല്ലൊരു ജീവിതം തുടങ്ങുമ്പം അതിന് നമുക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ അനുഗ്രഹിക്കാത്ത വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കുടുംബജീവിതം അല്ലേ, തുടങ്ങട്ടെ, അവരിത് ജീവിക്കട്ടെ, അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ അവിടെ തീരുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർ സോഷ്യൽ മീഡിയ കിടന്ന് അതുപോലുള്ള വേഷം കെട്ടലും അതുപോലുള്ള വൃത്തികേടുകളും കാണിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പറയുന്നല്ലോ ഓക്കെ, അവർ കാണിച്ച് കൂട്ടിയതിൻ്റെയാണ് അനുഭവിക്കുന്നതെന്ന് പറയാം, അല്ലെ പറയുന്നതെന്ന് പറയാം. ഇത് അങ്ങനെയൊന്നുമില്ല, എന്നെ ഉണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയുന്നൊരു വ്യക്തി. എനിക്ക് അനുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അനുവിനെ. എനിക്കിവരെ അറിയത്തൊന്നുമില്ല, ഞാൻ ഈ ബിഗ് ബോസിലൂടെ കണ്ടും ഇങ്ങനെയൊക്കെ ഉള്ളൂ. കുറച്ച് എല്ലാവർക്കും ഇല്ല അതൊക്കെ, ഇച്ചിരി കുരുട്ട് ബുദ്ധിയും കുഞ്ഞായ്മയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ അനു ഇച്ചിരി ഓവറായിട്ട് സംസാരിക്കുന്നു, അതൊക്കെ ചില മനുഷ്യർ അങ്ങനെയാണ്, കൂടുതൽ സംസാരിക്കും. പക്ഷേ ഈ ഒരുപാട് കിടന്ന് ബേളം വെക്കുന്നവരെ പേടിക്കേണ്ടെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. മൗനമായിട്ടിരിക്കുന്നവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം എന്നാണേലും അനുമോളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും പുതിയ അമ്മയും ഒക്കെ ആയിട്ടുള്ളൊരു ജീവിതമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പം അത് നല്ല രീതിക്കായിട്ട് പോട്ടെ, ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് നല്ലൊരു ലൈഫ് അവർക്ക് കൊടുക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അനു പറഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ അതുപോലെ തന്നെ അനു ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ തന്നെ നെഗറ്റീവ് കമൻ്റ് ഒക്കെ പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അനു ഇട്ടേക്കുന്നത്. അനു പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്, അദ്ദേഹം മലയാളിയല്ല എന്നും തമിഴ്നാട്ടുകാരനാണെന്നും പുതിയൊരു ഭാഷ പുതിയൊരു പ്രേക്ഷക സമൂഹവും നേരിടുമ്പോൾ ആർക്കും കുറച്ച് ഷൈ ആയിപ്പോൾ, കാര്യം വെച്ചാൽ അധികം സംസാരിക്കാനോ അങ്ങനെയൊന്നും പറ്റാതൊക്കെ വരും. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് മിണ്ടാതൊക്കെ ഇരിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് അനു കുറേ ഇട്ടുണ്ട്. ഓരോ കമൻറ്റുകൾ ഓരോരുത്തരുന്നതിനെ പറ്റിയും ഒക്കെ കാര്യങ്ങളായിട്ട് അനു അങ്ങനെ ഒരു പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അനുവിൻ്റെ കൂടെ അല്ലേ അത് തന്നെ സംസാരിച്ചോളും, അങ്ങനെ ആയിക്കോളും. എൻ്റെ ഹസ്ബൻഡ് പൊതുവെ ഒരുപാട് സംസാരിക്കാത്തൊരു വ്യക്തിയാണ്, പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കും. പക്ഷെ പൊതുവെ എല്ലാവരും ഒക്കെ കൂടുമ്പോഴത്തേക്ക് അധികം സംസാരിക്കാനോ ആവശ്യമില്ലാതെ ആരുടെയും കരുത്തി ഇടപെടാനോ അങ്ങനെയൊന്നും പോകുന്നൊരു വ്യക്തിയല്ല. അപ്പം അങ്ങനെ അത് പറഞ്ഞാൽ നേരത്തെ ഒട്ടും സംസാരിക്കുകയല്ലായിരുന്നു, ഇപ്പോൾ ഇച്ചിരിച്ചിരിയൊക്കെ എല്ലാവരുമായിട്ട് തമാശ പറയുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതങ്ങനെ ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണ്. അത് നമുക്ക് അവർ ചിലപ്പോൾ അത് പതിയെ പതിയെ മാറി വരും, ചിലപ്പോൾ അവർ ഇതേ രീതിക്ക് തന്നെ അങ്ങ് പോകും. അങ്ങനെയൊക്കെ അതിന് ഓരോന്നും പറഞ്ഞ് ഇത്രയും മോശമായ വാക്കുകൾ പറയേണ്ട കാര്യമില്ല. എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യുക. ഞാൻ വീഡിയോ എടുക്കുന്നതിനകത്ത് ചിലർ പറയുന്നുണ്ട് സ്പീഡ് കൂടിപ്പോന്ന് പറയുന്നുണ്ട്. അത് വീഡിയോ ഇച്ചിരി ലെങ്ത് ആകുമ്പോൾ ഞാനൊരു ഇച്ചിരി സ്പീഡ് കൂട്ടി ഇടുന്നതാണ് കേട്ടോ. ഇച്ചിരി സ്പീഡ് കൂട്ടി വെച്ചാൽ ഒത്തിരി നേരം നിങ്ങളിങ്ങനെ ഞാൻ ലാഗടിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് ഇച്ചിരി ഇതായിട്ട് അങ്ങ് പോകുന്നത്. ഒന്നത്. രണ്ടാമത് ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആ കെട്ടോ എൻ്റെ വായിൽ എപ്പോഴും അങ്ങ് വരുമെന്നേ. അത് ഞാൻ ഒത്തിരി പ്രാവശ്യം അത് മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചാണ്, അറിയാതെ അതിൻ്റെ വായിൽ നിന്ന് അങ്ങ് വന്നു പോകും. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ എന്നങ്ങ് ആയിപ്പോൾ നേരത്തെ മുതൽ ഞാൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ശീലമായിപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്നോട് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.